രണ്ടാമതൊരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കൂടി പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ ഈ മാൻഹോളിന്, ഈ ടാങ്കിന് പുറത്തെത്തിച്ചിട്ടുണ്ട്. ആംബുലൻസ് സജ്ജമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ജോസിൽ അല്പം മുമ്പ് സൂചിപ്പിച്ചത് പ്രകാരം അബോധാവസ്ഥയിലാണ്. അപ്പോൾ അല്പം ഗുരുതരമായ സാഹചര്യമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത്. ഏകദേശം 2 മണിക്കൂറോളം സമയം ഈ വിഷവാതകം ശ്വസിച്ച് ഓക്സിജൻ ഒന്നും ലഭിക്കാതെ ആ ചെറിയ കുഴിയിൽ കിടന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകണം. അതുകൊണ്ട് എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിച്ച് പ്രാഥമിക ചികിത്സ ഉൾപ്പെടെ നൽകുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ രക്ഷാദൗത്യ സംഘത്തിന്റെയും ലക്ഷ്യം. അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം ആംബുലൻസിലേക്ക് കയറ്റി അവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആശുപത്രി അടുത്തു തന്നെയുണ്ട്, സ്വകാര്യ ആശുപത്രി അടുത്തു തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി ജോസൽ സെബാസ്റ്റ്യൻ അല്പം മുമ്പ് പങ്കുവച്ച വിവരവും. ഇപ്പോൾ രണ്ടാമത്തെ ആളെ കൂടി പുറത്തെടുക്കാനുള്ള ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. രണ്ടാമതൊരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ജോസൽ മുൻപ് പറഞ്ഞതുപോലെ ഒരാളെ രക്ഷിക്കാനാണ് അടുത്തയാൾ ഇറങ്ങിയത്. അപ്പോൾ ഒരുപക്ഷെ ഇവർ 3 പേരും അടുത്തടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ നമ്മളിപ്പോൾ ഇപ്പോൾ കാണുകയാണ്. കാരണം ഒരാളെ കണ്ടെത്തി വളരെ വേഗം തന്നെ ആ നിമിഷങ്ങളിൽ തന്നെ അടുത്ത ആളിനെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്, അല്ലേ ജോസൽ? തീർച്ചയായിട്ടും ഇപ്പോൾ രണ്ടാമത്തെ ആളെയും കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആളെയും പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ആളെ പുറത്തെത്തിച്ചതുപോലെ തന്നെ ഈ കയർ കൊണ്ടുണ്ടാക്കിയ ഒരു കുട്ട പോലെ ഉണ്ടാക്കി അത് ഉപയോഗിച്ച് രണ്ടാമത്തെ ആളെയും ഇപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ആളെയും കണ്ടെത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ആളെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. ഈ രണ്ടാമത്തെ ആളെയും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പുറത്തെത്തിക്കുന്ന ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഈ രണ്ടാമത്തെ ആളെ ഈ നിലവിൽ പൊളിച്ച ആ ഭാഗത്തോടുകൂടി കോൺക്രീറ്റ് പാളി പൊളിച്ച് അതിലൂടെ തന്നെ മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന്റെ ഒപ്പം തന്നെ ഇയാളെ ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ മാറ്റുകയും ചെയ്യും. മൂന്നാമത്തെ ആളെയും തൊട്ടുപുറകെ തന്നെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത്. പക്ഷെ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന വസ്തുതയാണ്. കാരണം 10 മണിക്ക് നടന്ന അപകടമാണ്. അതിനുശേഷം ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം ആകാൻ പോകുന്നു. ഇത്രയും സമയം ഈ വിഷവാതകം അടക്കമുള്ള ഈ ധാരാളം മലിനജലവും മറ്റ് മാലിന്യങ്ങളും എല്ലാം തിങ്ങി തുറഞ്ഞിരുന്ന ഒരു കുഴിക്കകത്ത് ഈ 2 മണിക്കൂർ ഇവർക്ക് ഒരു പ്രതികരണം, ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് ഓക്സിജൻ അകത്തേക്ക് കൊടുത്തിട്ട് പോലും ഒരു പ്രതികരണം ഉണ്ടാകാത്ത രീതിയിൽ അബോധാവസ്ഥയിലായിരുന്നു ഇവർ. ഏകദേശം 1/4 മണിക്കൂറായെങ്കിലും അത്തരത്തിൽ പ്രതികരണമില്ലാതെ ആയിട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരുടെ ആരോഗ്യനില എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളതാണ് ഇനി നമ്മളെ ആശങ്കപ്പെടുത്തുന്ന അവസ്ഥ. ഏതായാലും ഇവരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. കണ്ടെത്തുകയും 2 പേരെ ആശുപത്രിയിലേക്ക് നീക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ആളെ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇനി നടത്തുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ കുഴിക്കുള്ളിൽ തന്നെയുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ മറ്റ് പോലീസിന്റെയും മറ്റ് രക്ഷാപ്രവർത്തകരുടെ എല്ലാം നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ആശുപത്രിയിൽ എത്തിച്ച ആളുകളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മളുടെ മുമ്പിൽ ആശങ്കയായി നിൽക്കുന്നത്. ഈ ഒരാളെയും കൂടി ഇനി കുഴിക്ക് അകത്ത് നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അയാളെയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റും, ജീവൻ രക്ഷിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ രക്ഷാപ്രവർത്തകർ. അതിന്റെ ശ്രമം എത്രയും വേഗം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസിത.